സോഷ്യോളജിയുടെ 4ാമത്തെ ചാപ്റ്റർ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻ റിസർച്ച് ഓഫ് സോഷ്യോളജി. അതായത് സാമൂഹ്യ ഗവേഷണത്തിലെ വിവിധ ഘട്ടങ്ങളാണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഗവേഷണങ്ങൾ സോഷ്യോളജി ലെവലിലുള്ളവർ എങ്ങനെയൊക്കെയാണ് ഗവേഷണങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഗവേഷണം എന്ന് പറയുന്നത് എന്താണ്? സാമൂഹ്യ പെരുമാറ്റത്തെ ഘടനാപരമായി നിരീക്ഷിക്കുന്നതിന് നമ്മൾ സാമൂഹ്യ ശാസ്ത്രപരമായിട്ട് നമ്മൾ സാമൂഹ്യശാസ്ത്ര ഗവേഷണം എന്ന് പറയുന്നു. അപ്പം ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റത്തെ, സമൂഹപരമായിട്ടുള്ള പെരുമാറ്റത്തെ നമ്മളെ എങ്ങനെ നിരീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഗവേഷണം അഥവാ റിസർച്ച് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ചാപ്റ്ററിൽ എങ്ങനെയാണ് പറയുന്നതെന്ന്. The concept of scientific study is based on the premises that it is impossible to gather objective generalizable data. നേരത്തെ പറഞ്ഞ മലയാളത്തിൻ്റെ അതേ ഇംഗ്ലീഷ് വേർഡാണ് പറയുന്നത്. അത് എന്താ പറഞ്ഞിരിക്കുന്നത്? സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റ മര്യാദകൾ എന്തൊക്കെയാണെന്നുള്ളത് നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്നതാണ് ഇവിടെ സോഷ്യോളജിയുടെ റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അത് ഗവേഷണമാണെന്നുള്ളത്. ഇവിടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ historical method determine their authenticity and the analysis of authentic sources for detailed data about the periods being studied. Sources of information used by historians include written records of all types, laws, public records, reports, business documents, newspapers, diaries, letters, genealogies, travelers' accounts, and literature in all forms as well as physical survivals in the form of buildings and artifacts. അപ്പം ചുരുക്കി ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? ചരിത്രപരമായ കാര്യങ്ങൾ മറ്റുള്ളവർ എഴുതി വെക്കുമ്പോൾ അത് ഹിസ്റ്റോറിക്കൽ കാര്യം. കാരണം ഹിസ്റ്ററി, നമ്മളിപ്പോൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നില്ല, ഹിസ്റ്ററി നമ്മൾ ആ കാലഘട്ടത്തിൽ പോയി ജീവിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അത് എഴുതിയ വ്യക്തികൾ, ഇപ്പം ഈ സിലബസ് ഉണ്ടാക്കിയ വ്യക്തികൾ ആ കാലഘട്ടത്തിൽ പോയി ജീവിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പണ്ട് കാലത്ത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നവർ അവിടെ ഇവിടങ്ങളിലൊക്കെ എഴുതി വെച്ച പല രേഖകളിലൂടെ, അല്ലെങ്കിൽ പല കത്തുകളിലൂടെ, പല പബ്ലിക് റെക്കോർഡ്സിലൂടെ, റിപ്പോർട്ടിലൂടെ, ബിസിനസ് ഡോക്യുമെൻറ്റിലൂടെ, ഡയറികളിലൂടെ, ലെറ്ററിലൂടെയൊക്കെയാണ് നമ്മൾ പണ്ട് കാലത്തെ കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്ക്, തൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് ലെറ്ററുകൾ എഴുതി. ആ ലെറ്ററിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻ അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. അത് ലെറ്റർ എഴുതി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ലെറ്റർ എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായെന്നല്ല, ലെറ്ററിലൂടെയാണ് വരുന്ന തലമുറയ്ക്ക് അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായത്. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ ഏതെങ്കിലുമൊക്കെ രേഖകളിലൂടെ എഴുതി, അല്ലെങ്കിൽ ന്യൂസിലൂടെ, റിപ്പോർട്ടുകളിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരുന്ന തലമുറയ്ക്ക് അതൊരു അറിവുകളായിട്ട് അവിടെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ മെത്തേഡുകൾ നമ്മളിവിടെ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അന്ന് എഴുതി വെച്ച രേഖകൾ നമ്മളിവിടെ ഉപയോഗിക്കുമ്പോൾ, പിന്നത്തേക്ക് എടുക്കുമ്പോൾ അത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. അപ്പം അങ്ങനെയുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് സോഷ്യോളജിസ്റ്റുകൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് കമ്പാരറ്റീവ് മെത്തേഡാണ്. കമ്പാരറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതിനെ കമ്പാരറ്റീവ് മെത്തേഡിനെ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, ക്രോസ് കൾച്ചേർഡ് എന്ന രീതിയിലും ആ പേരിലും കൂടെ നമ്മൾ ക്രോസ് കൾച്ചറൽ എന്ന പേരിലും കൂടെ കമ്പാരറ്റീവ് മെത്തേഡിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റീസ് ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ അനലിറ്റിക്കലി ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെൻഡ് ടു സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ സ്പെസിഫൈഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ചെറുതും വലുതുമായിട്ടുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള പഠനങ്ങൾ. അതായത് ചെറിയ ഗ്രൂപ്പുകളിൽ, ഇപ്പോൾ ചെറിയൊരു ഗ്രൂപ്പിൽ അവരെങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പിൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്തത്. അപ്പോൾ അവിടെ കമ്പാരിസനാണ് നടക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോട് തന്നെ നിങ്ങളുടെ പേരൻസ് പലപ്പോഴും പറയും, കണ്ടുപഠിക്കണം അപ്പുറത്തുള്ളവനെ, അല്ലേ? അല്ലെങ്കിൽ ഇപ്പുറത്തുള്ളവനെ കണ്ടുപഠിക്കണം, അവൻ ഫുൾ ടൈം ഇതിലേക്കൂടെ നടന്നാലും പഠിച്ച് പരീക്ഷ എഴുതി കഴിയുമ്പോൾ അവൻ എന്ത് മാർക്കാ, നീ ഇങ്ങനെ ഫുൾ ടൈം ബുക്കിൻ്റെ മുമ്പിൽ ഇരുന്നാലും നിനക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതല്ലെങ്കിൽ പരീക്ഷയുടെ പേപ്പർ എടുത്ത് കഴിയുമ്പോൾ പൊതുവെ എന്താ ചെയ്യുന്നത്? പൊതുവെ അച്ഛനമ്മമാരെക്കാട്ടിലും കൂടുതൽ അമ്മമാരാണ് അയൽക്കത്തേക്ക് കൈ ചൂണ്ടി പറയുന്നത്, നോക്ക്
അവൻ എത്ര മാർക്കാണ്, നീ നാണം കെടുത്താനായിട്ട് വട്ടപൂജ്യം മേടിച്ചു ഇവിടെ ഇരുന്നോ അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കമ്പാരിസൺ അല്ല, ഞാൻ കമ്പാരിസൺ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഗ്രൂപ്പിലും വലിയൊരു ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ആ വ്യത്യാസത്തിലൂടെ അവരുടെ ബിഹേവിയർ. ഇപ്പം നമ്മൾ തന്നെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബിഹേവിയറാണ് അല്ലേ. ചിലപ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ അവനവൻ്റെ മക്കളെ പറ്റി കംപ്ലൈൻറ്റുമായിട്ട് പേരൻസ് ഇല്ലുമ്പോൾ അവർ പറയും, അയ്യോ അവൻ അനങ്ങൂല, അവനൊരു പൂച്ചയാണ്, ഇവിടെ അടങ്ങിയിരിക്കും എന്ന് പറയും അല്ലേ. എന്ന് പറഞ്ഞതുപോലെ അതേസമയം പുറത്തൊരു പബ്ലിക് സ്പേസിലെത്തുമ്പോഴോ നമ്മൾ വേറെ തന്നെ ക്യാരക്ടറായി. കാരണം 10 പേര് നമ്മളെ നോക്കുന്നു, നമ്മൾ ഡീസൻ്റ് ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പം ആ ഒരു കമ്പാരിസനാണ് ഇവിടെ ചെക്കൗട്ട് ചെയ്യുന്നത്. കാരണം ചെറിയ ഗ്രൂപ്പിലും വലിയ ഗ്രൂപ്പിലും ആയിരിക്കുമ്പോൾ ഹ്യൂമൻ ബീങ്സ് എങ്ങനെ പെരുമാറുന്നു, ആ ഒരു വ്യത്യാസമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ in sociological research, the comparative or cross-cultural method is based on the idea that a society or other social system cannot be fully understood without comparing it with the other societies or systems. ചില സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ചെറുതും വലുതുകളുമായിട്ടുള്ള ഗ്രൂപ്പുകളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. ചില സമയത്ത് ഒന്നും മനസ്സിലാകാത്ത സാഹചര്യങ്ങളും വരും. അപ്പോൾ ആ ഒരു കമ്പാരിസൺ, അതിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ അടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട്, ചുരുക്കത്തിൽ കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. In brief, the comparative method is used to gather data from different countries, different regions or different religions. എങ്ങനെയാണ് നമ്മൾ ചെറിയ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള വീട്ടിലുള്ളവരുടെ കാര്യം, ഇപ്പുറത്തുള്ള വീട്ടിലുള്ള കാര്യം, അല്ലെങ്കിൽ തൊട്ട അയലത്ത് നടക്കുന്ന കല്യാണത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ കമ്പാരിസൺ ചെയ്യുന്നത്. കൺട്രീസുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, കാരണം ഓരോ പ്ലേസിലും ഓരോ കൺട്രീസിലും ഓരോ രാജ്യത്തിലും എങ്ങനെ വരുന്നു, ഓരോ ജനങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് വീണ്ടും ഒരു എക്സാമ്പിളിലേക്ക് പോയി കഴിഞ്ഞാൽ, കേരളത്തിലാകുമ്പോൾ നമ്മൾ പബ്ലിക് പ്ലേസിൽ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ രാത്രികളിലോ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ രാത്രികളിൽ ഇറങ്ങി സഞ്ചരിക്കാന്ന് പറയുമ്പോൾ കേരളക്കാരെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു തെറ്റാണ്. അതേസമയം അമേരിക്കയിലോ അതുപോലെയുള്ള മറ്റ് ഗൾഫ് കൺട്രീസിലൊക്കെ പോവുകയാണെങ്കിൽ രാത്രിയിലും അവർ കൂളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവും. അതുപോലെ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്, കൾച്ചറുകൾ വ്യത്യസ്തമാണ്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമേരിക്കയിലൊക്കെ ഗേൾസ് ചിലപ്പം ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും അവർ നടക്കുന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങനെ നടത്താൻ പറ്റുമോ? അപ്പം അതൊക്കെ ഓരോ റീജിയൻ ബേസിലാവുമ്പോൾ അല്ലെങ്കിൽ കൺട്രീസിൽ അവരുടെ കൾച്ചറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ആ കൾച്ചറുകൾ നമ്മളെവിടെ എന്ത് ചെയ്യണം, ഇവിടെ മറ്റുള്ളവർ, അത് സോഷ്യോളജിസ്റ്റുകൾ കൺട്രികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ റീജിയൻ ബേസിലുള്ള വ്യത്യാസങ്ങൾ തമ്മിൽ കണ്ടുപിടിക്കണം. ഇപ്പം കേരളത്തിലുള്ള രീതികളായിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അവരുടെ കൾച്ചറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ കമ്പാരിസനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കമ്പാരിറ്റീവ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്നുകൊണ്ട് പറയുന്നത് എന്താണെന്ന് നോക്കാം. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഓർ ലബോറട്ടറി മെത്തേഡ്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ലബോറട്ടറി എന്ന് പറയുന്നത്. ലബോറട്ടറി എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ലബോറട്ടറി ഒക്കെ കാണുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ്പെരിമെൻ്റൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാഴ്ചയിലൂടെ നിരീക്ഷണത്തിലൂടെ എല്ലാം മനസ്സിലാക്കണമെന്നില്ല. ചിലതൊക്കെ എന്ത് ചെയ്യണം, ശരിക്കും നിരീക്ഷിക്കണം. അത് ലബോറട്ടറി ചെന്നിട്ട് നമ്മൾ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളിവിടെ നിരീക്ഷിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ദ എക്സ്പെരിമെൻറ്റ് ഈസ് ആൻ ഓപ്പറേഷൻ ഇൻ എ കൺട്രോൾഡ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദ റിസർച്ച് ട്രൈസ് ടു discover the effects produced by introducing one new variable into experimental group and not into otherwise identical control group. അതായത് എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് പോലെ അതുപോലെ ടെസ്റ്റുകളൊക്കെ നടത്തി ചിലപ്പം നമുക്ക് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തമ്മിലുള്ള കൾച്ചർ നമ്മുടെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പല ഓരോ സമൂഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതാണ് ഇവിടെ എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ ലബോറട്ടറി മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഫങ്ഷണാലിസ്റ്റ് മെത്തേഡാണ്. ഫങ്ഷണലിസ്റ്റ് മെത്തേഡിൽ നമുക്ക് വേണ്ട വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഫങ്ഷണലിസ്റ്റ് മെത്തേഡ് focuses on social systems as whole, how they operate, how they change and the social consequences they produce. അപ്പം ഫങ്ഷണലിസ്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സോഷ്യൽ സിസ്റ്റം പ്രകാരം സൊസൈറ്റിയിലായിരിക്കുമ്പോൾ ആസ് എ ഹോൾ ഹൗ ദേ ഓപ്പറേറ്റ്, നമ്മൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഹൗ ദേ ചേഞ്ച്, നമ്മളെങ്ങനെ നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യുന്നു, ആൻഡ് ദ സോഷ്യൽ കോൺസിക്വൻസസ് ദേ പ്രൊഡ്യൂസ്, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്. കാരണം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ തലകുത്തി മറിയുന്ന
നിൽക്കുന്നവരായിരിക്കാം. പക്ഷെ പുറത്ത് പോകുമ്പോൾ നമ്മുടെ വളരെ ഡീസൻ്റ് ആയിരിക്കും, മസിൽ പിടിച്ചൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. ചില നേരത്ത് അക്ഷമരാകാറുമുണ്ട്. കാരണം എത്ര നേരം ഈ മസിൽ പിടിച്ചിരിക്കുന്നത് നോക്കട്ടെ. അപ്പം ഓരോന്നിൻ്റെ അനന്തര ഫലങ്ങൾ, അതായത് സൊസൈറ്റിയിലായിരിക്കുമ്പോൾ നമ്മളെങ്ങനെ, നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ്, നമ്മൾ പെരുമാറുന്നത് എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്, വോക്ക് ചെയ്യുന്നത്, സിറ്റ് ചെയ്യുന്നത്, നോക്കുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ ചേഞ്ച് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടുള്ള അനന്തരഫലങ്ങളും നമുക്ക് അവിടെ നിന്ന് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഫങ്ഷണലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫങ്ഷണലിസ്റ്റ് മെത്തേഡിനെ മെയിനായിട്ട് 2 പോയിന്റുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ വേ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഓർഡർ ഇൻ സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിൽ നമ്മളെ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഓർഡറുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. രണ്ടാമത്തേത് ദ വേ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്സ് ഇൻ സൊസൈറ്റി ഇൻഫ്ലുവൻസസ് ബിഹേവിയർ. നമ്മുടെ സൊസൈറ്റി നമ്മുടെ ബിഹേവിയറിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പുറത്തായിരിക്കുമ്പോൾ ആ സൊസൈറ്റി, കാരണം ആൾക്കാരെ പേടിയില്ല, സമൂഹത്തെ പേടിയില്ലാത്ത ഒരുത്തിന് പിന്നെ അവൻ്റെ ബിഹേവിയർ എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ സമൂഹത്തെ പേടിക്കുന്നവൻ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇന്ന രീതിയിൽ പെരുമാറണമെന്ന് അറിയുന്നവൻ സമൂഹത്തിലായിരിക്കുമ്പോൾ അവന് വേറെ തന്നെ ഒരു ബിഹേവിയർ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകൾക്കനുസരിച്ച് അവനവൻ്റെ ബിഹേവിയറിനെ മാറ്റുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള പഠനമാണ് എന്ന് പറയുന്നത് ഫങ്ഷണാലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എംപിരിക്കൽ മെത്തേഡാണ്. എംപിരിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ കളക്ഷൻ ഓഫ് ഡാറ്റ ഫ്രം ദ ഫീൽഡ്. അതായത് ഫീൽഡിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു, അതാണ് എംപിരിക്കൽ മെത്തേഡ് കൊണ്ട് പറയുന്നത്. ദ ഫാക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ് ആർ സ്റ്റഡീഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ എക്സിസ്റ്റ്. അപ്പം നിലവിലുള്ള അവരുടെ ലൈഫൊക്കെ അവരെങ്ങനെ അത് മറ്റുള്ളവർക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ അവരതിനെ അങ്ങനെയുള്ള കൾച്ചറിനെ എങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങളും എങ്ങനെ ഡാറ്റാസിനെ കളക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളുമാണ് എംപിരിക്കൽ മെത്തേഡിലൂടെ പറയുന്നത്. സോഴ്സസ് ഓഫ് ഡാറ്റയിൽ സോഷ്യോളജിസ്റ്റ് മേക്ക് യൂസ് ഓഫ് both primary and secondary data in research. അതായത് സോഴ്സസ് ഓഫ് ഡാറ്റ അവിടെ പ്രൈമറി ഡാറ്റ ഉണ്ട്, സെക്കൻഡറി ഡാറ്റ ഉണ്ട്. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഡാറ്റ ആർ ദാറ്റ് വിച്ച് ദേ കളക്ട് ദംസെൽസ് ബൈ മീൻസ് ഓഫ് ഇൻ്റർവ്യൂസ്, ക്വസ്റ്റനെയർ, ഒബ്സർവേഷൻ ആൻഡ് സോ ഓൺ. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 രീതിയിലുണ്ടെന്ന്. പ്രൈമറി ഡാറ്റ അതിനെ എങ്ങനെയാണത് കളക്ട് ചെയ്യുന്നത്? ഇൻ്റർവ്യൂയിലൂടെ, ക്വസ്റ്റനെയറിലൂടെ, ഒബ്സർവേഷനിലൂടെ പ്രൈമറി ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ചിലപ്പം ഇനി കണ്ടിട്ടില്ലെങ്കിൽ ടി വികളിലൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും സെലിബ്രിറ്റീസുകളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പിന്നെ ക്വസ്റ്റനെയർ എന്ന് പറയുമ്പോൾ ചില പർട്ടിക്കുലർ സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പം നമ്മളോട് ഏതെങ്കിലും സാഹചര്യത്തിലായാലും ചിലപ്പോൾ സമയത്ത് വീട്ടിലോ അല്ലെങ്കിൽ കമ്പനിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് ക്വസ്റ്റനെയർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നമ്മളതിനെ ആൻസർ ചെയ്യുന്നു, അത് ക്വസ്റ്റനെയറാണ്. പിന്നെ ഒബ്സർവേഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി ഡാറ്റാസ് എങ്ങനെ കളക്ട് ചെയ്യുന്നു നോക്കാം. സെക്കൻഡറി ഡാറ്റാസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? സെക്കൻഡറി ഡാറ്റ ആർ ദാറ്റ് വിച്ച് ദേ കളക്ട് ഫ്രം അതർ സോഴ്സസ് ആൻഡ് വിച്ച് ഹാസ് ഓൾറെഡി റെക്കോർഡഡ്. അപ്പോൾ എന്താണ് പറയുന്നത്? മറ്റുള്ള സോഴ്സുകളിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഡാറ്റാസിനെ നമ്മളിവിടെ സെക്കൻഡറി ഡാറ്റാസ് എന്ന് പറയുന്നത്. ദേ കളക്ട് ഫ്രം അതർ സോഴ്സസ് ആൻഡ് വിച്ച് ദേ ഓൾറെഡി റെക്കോർഡഡ്. കാരണം ഓൾറെഡി റെക്കോർഡ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന മറ്റുള്ള സോഴ്സസിൽ നിന്ന് എടുക്കുന്ന ഡാറ്റാസിനെയാണ് നമ്മളിവിടെ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? സെക്കൻഡറി ഡാറ്റാസ് ആറ് ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി, ലെറ്റേഴ്സ്, ഡയറി, നോവൽ, എക്സെട്ര. അപ്പോൾ ഇതെല്ലാം ജേർണൽസും ക്വാളിറ്റി ന്യൂസ് പേപ്പേഴ്സും റേഡിയോയും TV പ്രോഗ്രാമും സെൻസസ് ഡാറ്റയും ഇതെല്ലാം തന്നെ എന്തിൻ്റെ അണ്ടറിലേക്ക് വരുന്നതാണ്? സെക്കൻഡറി ഡാറ്റാസിൻ്റെ അണ്ടറിൽ. ഈവൻ നമ്മുടെ രജിസ്ട്രേഷൻ ഡാറ്റ, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം തന്നെ എന്താണ്? സെക്കൻഡറി ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. ഗവൺമെൻറ് ലെവലിലുള്ള എല്ലാ റെക്കോർഡ്സും സെക്കൻഡറി ഡാറ്റയ്ക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ടെക്നിക്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെ മെത്തേഡിലൂടെയാണ്? ഒബ്സർവേഷനിലൂടെ, സർവേയിലൂടെ, കേസ് സ്റ്റഡിയിലൂടെ, ക്വസ്റ്റനെയറിലൂടെ, ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നേരത്തെ ജസ്റ്റ് സൂചിപ്പിച്ചതുപോലെയാണ് തന്നെയാണ്. നമുക്ക് നോക്കാം ഒബ്സർവേഷനിലൂടെ എങ്ങനെയാണ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഒബ്സർവേഷൻ ഈസ് യൂസ്ഡ് as a tool for collecting information in situations where methods other than observation cannot prove useful. അപ്പോൾ എങ്ങനെയാണ്?
വോട്ടേഴ്സ് ഫോർ എക്സാമ്പിൾ വോട്ടേഴ്സ് ബിഹേവിയർ ഡ്യൂറിങ് ഇലക്ഷൻ ടൈം. അപ്പം ഒരു പിന്നെ വോട്ടറിൻ്റെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഇലക്ഷൻ ടൈമിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. കാരണം ഓരോ സമയത്ത്, കാരണം അവനവൻ്റെ ഏതെങ്കിലും ഒരു കേസ് വരുമ്പോൾ ചിലപ്പം പ്രത്യേകിച്ചും വോട്ടിംഗ് ടൈമിലൊക്കെ ആകുമ്പോൾ അവനവൻ്റെ പാർട്ടി ജയിക്കണം എന്നുള്ള രീതിയിൽ ബിഹേവിയർ ചിലപ്പം പല രീതിയിലായിരിക്കും. അന്നേരം നാട്ടുകാർ കണ്ടോ വീട്ടുകാർ കണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒബ്സർവേഷനിലൂടെ, നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുന്നതിനാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും, ഇങ്ങനെ രണ്ട് രീതിയിലുണ്ട്. ഇനി പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് it is one of the technique of data collection in same and pre-literate society. This technique can be easily used. എവിടെയൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രീ ലിറ്ററേറ്റ് സൊസൈറ്റിയിൽ. കാരണം നമ്മളെങ്ങനെയൊക്കെയാണ് നമ്മുടെ പിന്നെ ഓരോരുത്തരുടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് ഏതെങ്കിലും പ്രീ ലിറ്ററേറ്റ് സൊസൈറ്റി, അത് വ്യക്തിപരമായിട്ട് ലിറ്ററേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്തെടുക്കാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം എ സക്സസ്ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദിസ് മെത്തേഡ് റിക്വയർസ് എ ഹൈ ഡിഗ്രി ഓഫ് maturity because quite often the observer may get lost into the nuisance of the situation so much as to lose objectivity. അപ്പോൾ ചില സമയത്ത് എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞത്, ഒബ്സർവ് ചെയ്ത് ചിലപ്പോൾ പബ്ലിക് ന്യൂസൻസ് ആയി പോയെന്നിരിക്കാം, ചിലപ്പോൾ അത് മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് വരും, ചിലപ്പോൾ കളക്ട് ചെയ്ത ഡാറ്റാസ് തന്നെ പോയെന്നിരിക്കാം. കാരണം ഒരുപാട് ഒബ്സർവ് ചെയ്തപ്പോൾ ഇവൻ എൻ്റെ സ്ഥിരമായിട്ട് ഞങ്ങളുടെ പുറകെയാണല്ലോ നടക്കുന്നത്, ചിലപ്പോൾ അടി കിട്ടിയെന്നിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പം പബ്ലിക് ന്യൂസൻസിലേക്ക് മാറ്റിയെന്നിരിക്കുക. എല്ലാ കേസിലും എല്ലാ തരത്തിലും അത് സക്സസ് ആയെന്നിരിക്കണം എന്നില്ല. ചിലപ്പോൾ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനാണ് സെക്കൻഡ് വൺ പറയുന്നത്. നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇൻ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ the observer remains detached and does not participate or intervene in the activities of those who are being observed. ചിലപ്പോൾ എന്താ ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞ പിന്നെ ഇൻഡയറക്റ്റ് ആണ്, കാരണം ആ ഒരു പ്രത്യക്ഷത്തിൽ വരില്ല, പരോക്ഷമായിട്ട് നിന്നുള്ള ഒബ്സർവേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റേത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ വന്നിട്ട് തന്നെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. നോൺ പാർട്ടിസിപ്പൻ്റ് പ്രത്യക്ഷത്തിൽ വരാണ്ട് മാറി നിന്നിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ കേസ് സ്റ്റഡിയാണ്. കാരണം ഒന്നാമത്തെ നമ്മളിവിടെ ചോദിക്കാൻ ചിലപ്പോൾ ചാൻസസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷനിലെ ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ പറയാം, സെക്കൻഡ് വൺ പിന്നെ കേസ് സ്റ്റഡി പറയാം, പിന്നെ ഇൻ്റർവ്യൂ പറയാം, പിന്നെ ക്വസ്റ്റ്യനെയർ പറയാം, പിന്നെ സോഷ്യൽ സർവേ പറയാം. അപ്പോൾ നമ്മുടെ ഇവിടെ പിന്നെ കേസ് സ്റ്റഡിക്ക് മുന്നേ ഒരു സോഷ്യൽ സർവേ ഉണ്ട്. സോഷ്യൽ സർവേ എടുക്കാം. സോഷ്യൽ സർവേയിൽ എന്താണ് പറയുന്നത്? സോഷ്യൽ സർവേ ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് കോംപ്രിഹെൻസീവ് സ്റ്റഡി ഓഫ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. എന്താണ് സോഷ്യൽ സർവേ എന്ന് പറയുന്നത്? ഒരു പിന്നെ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. കാരണം ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്ന ഒന്നിനെ പറയുന്നതാണ് പിന്നെ സോഷ്യൽ സർവേ എന്ന് പറയുന്നത്. അപ്പം വിത്ത് എ വ്യൂ ടു അനലൈസ് എ സോഷ്യൽ പ്രോബ്ലം വിത്ത് എ ഡയഗ്നോസ്റ്റിക് പർപ്പസ് ഇൻ മൈൻഡ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണത് സോഷ്യൽ സർവേ നടത്തുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കൊറോണയെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ സർവേയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ദ ടെക്നിക്സ് ഓഫ് സർവേ ആർ, ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് സോഷ്യൽ സർവേ നടത്താവുന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ടെക്നിക്സ് ഓഫ് സർവേ ആർ മെയിൽ ക്വസ്റ്റ്യനെയർ ഓർ ഇൻ്റർവ്യൂ ഓർ എലിസിറ്റ് ഇൻഫർമേഷൻ ഡയറക്ട്ലി ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ടിംഗ് ഡാറ്റ ബൈ മീൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ സോഷ്യൽ സർവേ നടത്താം? ക്വസ്റ്റ്യനെയറിലൂടെ, ക്വസ്റ്റ്യനെയർ മെയിൽ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ചോദിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തുന്നതിലൂടെ, അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ ഇൻഫർമേഷൻസ് ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്നതിലൂടെ ഇങ്ങനെയൊക്കെ നമുക്ക് സോഷ്യൽ സർവേസ് നടത്താവുന്നതാണ്. അപ്പം സമൂഹത്തെ പറ്റിയുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ നമുക്ക് ഇങ്ങനെയൊക്കെ ശേഖരിക്കാവുന്നതാണ്. അതിൻ്റെ സെക്കൻഡ് വൺ കേസ് സ്റ്റഡിയാണ്. സെക്കൻഡ് വൺ അല്ല, തേർഡ് വൺ. കാരണം ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ ആയിരുന്നു, സെക്കൻഡ് വൺ സോഷ്യൽ സർവേ ആണ്, ആൻഡ് തേർഡ് വൺ കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേസ് സ്റ്റഡി ഈസ് എ മെത്തേഡ് കേസ് സ്റ്റഡി ഈസ് എ മെത്തേഡ് ഇവിടം വരെ ഓക്കെ ലൈഫ് വരെയാണ്. കേസ് സ്റ്റഡി ഈസ് എ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് സോഷ്യൽ ഫിനോമിനൻ ത്രൂ ദ അനാലിസിസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ കേസ്. അതായത് ഒരു ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ടുള്ള കേസസ് പഠിക്കുന്നതിന് നമുക്കിവിടെ കേസസ് എന്ന് പറയാൻ പറ്റും. ദ കേസ് മേ ബി എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ or a classroom or an episode or a process or a society or any other unit of social life. അപ്പം ഒരു പർട്ടിക്കുലർ തിങ്ങിനെ ബേസ് ചെയ്തിട്ട്, അപ്പം ഇൻഡിവിജ്വൽ ആയിരിക്കാം, ഗ്രൂപ്പ് ആയിരിക്കാം,
അപ്പോൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്കൂളിലെ ക്ലാസ് റൂം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എപ്പിസോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു പ്രോസസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയെ ബേസ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഞാൻ പ്രത്യേകിച്ചിട്ടുള്ളൊരു പഠനത്തെക്കുറിച്ചിട്ട് നമുക്കിവിടെ കേസ് സ്റ്റഡി എന്ന് പറയാവുന്നതാണ്. അതായത് ഒരു കാര്യത്തെ സംബന്ധിച്ചിട്ട് അതിനെക്കുറിച്ച് മാത്രമുള്ള പഠനത്തെ നമുക്കിവിടെ കേസ് സ്റ്റഡി എന്ന് പറയാം. അപ്പോൾ ഈ പഠനത്തിൽ പിന്നെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഭവങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പഠനമായിരിക്കും നമുക്കിവിടെ കേസ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ നോക്കാം. അപ്പം മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ്റെ ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ, സെക്കൻഡ് വൺ സോഷ്യൽ സർവേ, തേർഡ് വൺ കേസ് സ്റ്റഡി ആൻഡ് ദ ഫോർത്ത് വൺ ക്വസ്റ്റനെയർ. ക്വസ്റ്റനെയർ എങ്ങനെയായിരിക്കാം? ദിസ് മസ്റ്റ് ബി കെയർഫുൾ പ്രിപ്പയർഡ് ആൻഡ് ടെസ്റ്റഡ്. ദിസ് മസ്റ്റ് ബി കെയർഫുള്ളി പ്രിപ്പയർഡ് ആൻഡ് ടെസ്റ്റഡ് ടു ചെക്ക് ഇറ്റ്സ് വാല്യൂ. വേർഡ്സ് ആൻഡ് phrases must be familiar in simple questions, must not be ambiguous, it should be short and easy to analyze answers. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ക്വസ്റ്റനെയർ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. കാരണം വളരെ ചെറിയ വാക്കുകളിലൂടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് മറ്റുള്ളവരോട് അത് ചോദിച്ച് അതിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. It should be demanded, short and easy to analyze answers. It should be value free and it should be provided the data from which the hypothesis can be tested. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. അത് ഫേസ് ടു ഫേസ് ആയത്. റിസർച്ച് മസ്റ്റ് ബി ഡിസൈഡ് വെദർ ടു യൂസ് ഇൻ എ ഫേസ് ടു ഫേസ് ഓർ ബൈ സെൻഡിങ് ത്രൂ പോസ്റ്റ് ഓർ ബൈ മെയിൽ ത്രൂ. അപ്പോൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് പബ്ലിക്കിനോട് ചോദിക്കാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇൻ്റർവ്യൂസ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷനിലെ ലാസ്റ്റ് വൺ ആണ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻ്റർവ്യൂ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ആൻ ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് ആൻ ഇൻഫോർമൻ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഗ്യാതറിങ് ഇൻഫർമേഷൻ. ഒരു പർട്ടിക്കുലർ തിങ്ങിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഗ്യാതർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആൾക്കാരെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിനെയോ മറ്റോ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് നമുക്കിവിടെ ഇൻ്റർവ്യൂസ് എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ ഈ ക്വസ്റ്റനെയറിലൂടെ അല്ലെങ്കിൽ പിന്നെ ഇൻ്റർവ്യൂയിലൂടെ സമൂഹത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ അഭിമുഖങ്ങൾ നടത്തി നമുക്ക് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള പഠനമാണ് ഇവിടെ ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ്. പിന്നെ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ഒബ്സർവേഷൻ, സോഷ്യൽ സർവേ, കേസ് സ്റ്റഡി, ക്വസ്റ്റനെയർ, ഇൻ്റർവ്യൂസ്. ഇത്രയും മെത്തേഡാണ് ഡാറ്റ കളക്ഷൻ യൂസ് ചെയ്യുന്നത്.